സ്വർഗതുല്യമായ കാശ്മീരിനെ നരകതുല്യമാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമത്തിന് എതിരെയായിരിക്കും ഇന്ത്യൻ സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കണം, എങ്കിൽ മാത്രമേ ഇന്ത്യനെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് നല്ല രീതിയിലാണ് വർഷങ്ങളായിട്ട് അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ കഴിഞ്ഞ 2019 ശേഷം കാര്യമായ നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന കാശ്മീരിനെ ഒറ്റയ്ക്ക് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ ലക്ഷ്യം, പാകിസ്ഥാൻ ആർമീൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഫണ്ട് കിട്ടുന്ന സംവിധാനങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാശ്മീരിൽ സമാധാനമില്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്ര നേതാക്കന്മാർ ഇന്ത്യ സന്ദർശിക്കുന്ന സമയം തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത്. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. കാരണം അവിടെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ അത് ലോകം ശ്രദ്ധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ആ ലോകം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയത്ത് സൗദി അറേബ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തൊരു സംവിധാനമാണ്. അവരോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇന്ത്യ ചെന്ന് അവരോട് ഒരു മുസ്ലിം രാജ്യത്ത് ചെന്നിട്ട് അവരോടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമുണ്ടാകും, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ രണ്ട് സമയവും തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏറ്റവും ശാന്തസുന്ദരമായ സ്ഥലമാണ്. അവിടെ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ 1.5 മണിക്കൂറോളം ഈ ബോണി കുതിരയുടെ പുറത്ത് യാത്ര ചെയ്തിട്ട് വേണം ആ സ്ഥലത്തെത്തുക എന്ന് പറയുന്നത്. അപ്പം പ്രാദേശികമായിട്ട് അവിടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉള്ള സ്ഥലം എല്ലാം ഒരുപോലെയുള്ള സ്ഥലങ്ങളായിരിക്കും. പക്ഷേ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അത്. അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ കാശ്മീരിൽ ചെല്ലുന്ന ഓരോരുത്തരുടെയും ഒരു ആവശ്യം തന്നെയാണ്. അവിടെ ചെല്ലുക, അത് കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മതമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല. എന്ത് മതം ഉണ്ടെങ്കിൽ എന്താണ്, തീവ്രവാദം മാത്രമാണ് ഇവരുടെ മതം എന്ന് പറയുന്നത്. തീവ്രവാദികളുടെ മതം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് മുസ്ലിം മതമോ ക്രിസ്ത്യൻ മതമോ അല്ലെങ്കിൽ ഹിന്ദു മതമോ ഒന്നുമില്ലല്ലോ. അവരുടെ മതം എന്ന് പറയുന്നത് എന്താണ്, ഈ വർഗീയത മാത്രമാണ്. വർഗീയത പറഞ്ഞ് നശിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമില്ല എന്നുള്ള. പാകിസ്ഥാനെ സംബന്ധിച്ചോളം, പാകിസ്ഥാനെ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ വേര് മുളയ്ക്കുന്നത് അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇത് റിക്രൂട്ട് ചെയ്യുന്നത്, അവർ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവർ ഈ പറയുന്ന തീവ്രവാദികൾ പറയുന്ന കാര്യം തന്നെയാണ് വേറൊരു രീതിയിൽ അവിടുത്തെ മിലിറ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ കാര്യമായിട്ട് ജനാധിപത്യമില്ല. മിലിറ്ററി അവർ തന്നെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു, അവർ തന്നെ പറയുന്ന ഒരു പ്രസിഡൻ്റ് ആകുന്നു. എത്ര നാളുകളായിട്ട് അത് നടക്കുന്നു. ലോകരാജ്യങ്ങൾ അത് മനസ്സിലാക്കി വരുമ്പോൾ അവർ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇത് വലിയ രീതിയിൽ ഈ തീവ്രവാദം പാകിസ്ഥാൻ വളർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പാകിസ്ഥാൻ മിണ്ടാതിരിക്കുകയും അത് ലോകരാജ്യങ്ങൾ ഒന്ന് തണുത്ത് നിൽക്കുന്ന സമയത്ത് ഇവർ ആക്രമിക്കാൻ ഇറക്കിത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ റാണ ഇന്ത്യയിൽ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ലഷ്കർ-ഇ തോയ്ബയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നേതാവിനെ പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് പോലെയാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക ചിലപ്പം. അപ്പോൾ ഒരു പരിധിവരെ ഇന്ത്യ തിരിച്ചടിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. കാരണം ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത്, പ്രതിപക്ഷത്തെ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുന്നതോടെ സർവകക്ഷി യോഗം വിളിക്കുന്നതോടുകൂടി എന്താണ് സന്ദേശം നൽകുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കേൾക്കാൻ കേന്ദ്ര സർക്കാർ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യയെ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും, ഒരു തീവ്രവാദ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സന്ദേശം ഇന്ത്യ നൽകുന്നത്. ആ സന്ദേശത്തിന് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്രമണത്തിനും തിരിച്ചടി നൽകാതിരുന്നിട്ടില്ല. എല്ലാ ആക്രമണത്തിനും എല്ലാ കാലങ്ങളിലും തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ പോരാടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.